ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സെം മൈനർ മാത്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x യൂസിങ് ദ ഡെഫിനീഷൻ ഓഫ് ദ ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനീഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് കാണണം. നമുക്ക് ഡെഫിനീഷൻ അല്ലാണ്ട് നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 2x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് ക്യൂബ് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ ഫോമാണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ ഫോമിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എക്സ് ക്യൂബ് എന്തായി മാറും? 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 2 കിട്ടും. അപ്പോൾ 3x² പ്ലസ് 2xൻ്റെ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് വന്നു. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1 പോലെയാണ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സ് ക്യൂബ് പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന്? 3x² പ്ലസ് 2 ആണെന്ന് നമുക്കറിയാം. ഇത് നമുക്ക് സാധാ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് അറിയാം. പക്ഷേ ഡെഫിനീഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഡെഫിനീഷൻ എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ഒരു ഡെഫിനീഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്ന ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം നമുക്ക് ഡെഫിനീഷൻ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വേണം, എഫ് ഓഫ് എക്സ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് എഫ് ഓഫ് എക്സ്? ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x ആണ്. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ എക്സിന് പകരമൊക്കെ എഫ് ഓഫ് എക്സ് എന്നല്ലേ, അതിൽ എഫ് ഓഫ് എക്സിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം എക്സ് ക്യൂബ് പ്ലസ് 2x എന്ന് പറയുമ്പോൾ ആദ്യം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് പ്ലസ് 2 ഇൻറ്റു എക്സിന് പകരം എന്ത് എഴുതണം? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ അതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സും കിട്ടിയിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഈ ഡെഫിനീഷനിൽ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കത് എഴുതാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ ഡെഫിനീഷൻ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്താണ്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഇനി മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് 2x. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബിൻ്റെ, അല്ലെങ്കിൽ വേണ്ട, എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോർമുല എന്താണ്? എ ക്യൂബ് പ്ലസ് 3a² പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബാണ് അല്ലേ. ഇതല്ലേ നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോർമുല. അത് കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ ടേം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 3x² ഡെൽറ്റ എക്സ് പ്ലസ് 3x ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് പ്ലസ് ബാക്കി എന്തുണ്ട്? ഈ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് 2x പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ എക്സ് 2 ഡെൽറ്റ എക്സ്. ഇനി മൈനസ് ഉണ്ട്, മൈനസ് എക്സ് ക്യൂബ്. മൈനസ് എല്ലാത്തിനും കൊടുക്കുമ്പോൾ ആദ്യം എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ്, ഇനി മൈനസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൽറ്റ എക്സ്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ടേമിൽ ഒരു എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബും മൈനസ് എക്സ് ക്യൂബും ക്യാൻസലായി, പ്ലസ് 2x മൈനസ് 2x ക്യാൻസലായി. ഇനി എന്താ ഉള്ളത്? ഇനി നോക്കുമ്പോൾ എല്ലാ ടേമിലും നമുക്ക് ഡെൽറ്റ എക്സ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഡെൽറ്റ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് കോമൺ എടുക്കുമ്പോൾ
നമുക്ക് ഈ ടേമിൽ നിന്ന് ഡെൽറ്റ എക്സ് ബാക്കി എടുത്താൽ എത്ര എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക 3x² പ്ലസ് ഡെൽറ്റ എക്സ് എടുത്തു. ഇനി ഈ ടേമിൽ നിന്ന് നോക്കുമ്പോൾ 3x ഒരു ഡെൽറ്റ എക്സ് അവിടെ പോയി ബാക്കി ഒരു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ക്യൂബിൽ നിന്ന് ഒരു ഡെൽറ്റ എക്സ് എടുക്കുമ്പോൾ ബാക്കി ഡെൽറ്റ എക്സ്² പ്ലസ് 2 ഡെൽറ്റ എക്സ് നിന്ന് ഡെൽറ്റ എക്സ് എടുത്ത് എന്ത് വരിക 2 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സും ഈ ഡെൽറ്റ എക്സും എന്തായി പോവും ക്യാൻസലായിട്ട് പോവും. ഓക്കെ, ഇനി ബാക്കി ബാലൻസ് എന്താ വരിക ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 3x² പ്ലസ് 3x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്² പ്ലസ് 2 ആണ്. ഇനി എന്താ ലിമിറ്റ് എപ്പോഴാണ് നമുക്ക് ലിമിറ്റ് കാണേണ്ടത്? ഈ ഡെൽറ്റ എക്സ് 0ലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഡെൽറ്റ എക്സിനൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 3x² ഡെൽറ്റ എക്സ് ഇല്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതാം 3x² പ്ലസ് ഈ ടേമും എന്തായി പോവും? 0 ആയി പോവും. 3x × 0 0 0² 0 ബാക്കി ബാലൻസ് എന്താ ഉള്ളത് 2 ആണ്. അപ്പം നമുക്ക് ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഇതാണ് ഡെറിവേറ്റീവായിട്ട് കിട്ടിയത്. എന്താണ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 3x² പ്ലസ് 2 അതേപോലെ ഡെഫിനിഷൻ ഉപയോഗിച്ച് കിട്ടുമ്പോഴും എന്താണ് നമുക്ക് ചെയ്യുമ്പോഴും എന്താ കിട്ടിയത് 3x² പ്ലസ് 2. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നുള്ളൊരു മെത്തേഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എഴുതാനും അതേപോലെ എഫ് ഓഫ് എക്സും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വൃത്തിയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഏതൊരു ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് ഡെഫിനിഷൻ ഉപയോഗിച്ച് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെഫിനിഷൻ ആദ്യം എഴുതണം. എന്നിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എഴുതുക, അതേപോലെ എഫ് ഓഫ് എക്സും എഴുതുക. എന്നിട്ട് അത് രണ്ടും ഈ ഒരു ലിമിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത് വൃത്തിയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലും ഒരു ഡെൽറ്റ എക്സിൻ്റെ ടേം കിട്ടും, താഴെയും കിട്ടും. അങ്ങനെ താഴത്തെയും മുകളിലത്തെയും കൂടി എന്തായി പോകും? ക്യാൻസലായി പോയിട്ട് ബാക്കിയുള്ളതിന് ഡെൽറ്റ എക്സ് ടെൻസ് ബാക്കിയുള്ള ടേംസിന് നമുക്ക് ഡെൽറ്റ എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ എന്ത് കിട്ടും? ഡെറിവേറ്റീവ് കിട്ടും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനായിട്ട് സിമ്പിളാണ്. ഈ ഡെഫിനേഷൻ വൃത്തിയായിട്ട് പഠിക്കുക. ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ എക്സസൈസിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.